ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധിക്കാലമൊക്കെ കഴിഞ്ഞ് ഇന്ന് മുതൽ പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ. കുഞ്ഞിപ്പെണ്ണിനും ഇന്നിപ്പോൾ പ്രവേശനോത്സവമായിരുന്നേ. 9:15 ആയപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തിയായിരുന്നു. എന്നാലാണ് നിങ്ങൾക്ക് അവിടെ സ്പേസ് കിട്ടുള്ളൂ. എൻ്റെ ഇവിടുത്തെ ഈ NCC പിള്ളേർ ഈ വർഷത്തെ പ്രവേശനോത്സവം നല്ല കൈയ്യടി കൊടുക്കാൻ ഈ പ്രോത്സാഹത്തോടെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയാണ്. അവർക്ക് അവരുടെ എല്ലാ മേഖലയിലേക്ക് നമ്മളൊരു വർണ്ണച്ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതാണ് ഇന്നത്തെ നമ്മുടെ ടീമായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത്. അറിവൊരു വർണ്ണച്ചടങ്ങാണ്. ആ വർണ്ണച്ചടങ്ങിൽ ഉയരങ്ങൾ കണ്ടെത്തേണ്ടവരാണ് നിങ്ങളെല്ലാവരും. ആ ഉയരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു വിദ്യാലയത്തിലേക്ക് ഒരു വിജ്ഞാന കവാടത്തിലൂടെ നിങ്ങൾ 8ാം ക്ലാസ്സുകാരെല്ലാവരും പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. പുതുതായി വന്നിരിക്കുന്ന നവാതിഥികളായ നവാഗതരായ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഒരു വിജ്ഞാന കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ച, നിങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയ എല്ലാ ഗുരുക്കളോടും നിങ്ങൾ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്നവരായി മാറുമെന്ന ഉറപ്പോട് കൂടി വേണം ഈ വിജ്ഞാന കവാടത്തിലൂടെ കടക്കുക. ഈ വിജ്ഞാന കവാടം കടന്ന് നിങ്ങളിവിടെ വരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപകരും നമ്മുടെ പ്രതിനിധികളും അതിഥികളും എല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്ക് ആ അറിവിൻ്റെ ഉയരത്തെയും അറിവാകണം ഉയരം എന്ന് പറയുന്ന ആശയത്തെയും പങ്കുവയ്ക്കുന്ന ഒരു കാർഡ് നൽകും. ആ കാർഡിൽ ഒരു പെൻസിലുണ്ട്, ഒരു പൂമ്പാറ്റിയുണ്ട്. മറ്റു കരുത്തുകളെ കൈവച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അതിഥികളെയും പ്രിയപ്പെട്ട ക്ലാസ് കമ്മീഷണറെയും അതിഥികളെയും
(2026-27) വർഷത്തെ പ്രവേശനോത്സവ പരിപാടിയിലേക്ക് എല്ലാവരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടെ ഈ പരിപാടികൾക്ക് തുടക്കം കുറിക്കാം. ബൈബിൾ വായിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സിസ്റ്റർ സുമിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 9, 10 മുതലുള്ള വചനങ്ങൾ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും. പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും. നമുക്കിരിക്കാം. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി അസംഷൻ AUP സ്കൂളിന്റെ കരുത്തനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ഷോജി ജോസഫ് സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ മദർ PTA പ്രസിഡന്റ് പ്രജിത രവി, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ഈ സ്ഥാപനത്തിൽ നിന്ന് 7 വർഷത്തെ അധ്യായം പഠിപ്പിക്കലിന് ശേഷം ഇന്ന് മറ്റൊരു സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന മിസ്റ്റർ NC പോൾ, IB ടീച്ചർ, ഈ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകർ, 27 അധ്യയന വർഷത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഒത്തിരിയേറെ ആശങ്കകളും അതിനേക്കാളേറെ സ്വപ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ രക്ഷിതാക്കൾ ഈ കുട്ടികളെ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് ഇന്ന് കൊണ്ടുവന്നത്. നിങ്ങളുടെ ആശങ്കകളും നിങ്ങളുടെ സ്വപ്നങ്ങളുമെല്ലാം ഈ സ്കൂളിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് ആ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഞങ്ങൾ അധ്യാപകരും ഈ സ്കൂളിലെ മുഴുവൻ ജീവനക്കാരും അതിൻ്റെ പുറകിലുണ്ടാവും എന്ന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ വാഗ്ദാനം നൽകുകയാണ്. നിങ്ങൾ ഇന്ന് ആ കുഞ്ഞുങ്ങളുടെ കൈകൾ ഞങ്ങളെ നീട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. 2 കൈകളും നീട്ടി ഇവിടെയായിരിക്കുന്ന മുഴുവൻ കുട്ടികളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ 2026-27 അധ്യയന വർഷം നിങ്ങളുടെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അസംഷൻ AUP സ്കൂൾ തിരഞ്ഞെടുത്തതിനുള്ള സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. വിദ്യാലയം എന്ന ടാഗ് ലൈനോട് കൂടി വീണ്ടും ഒരു അധ്യയന വർഷം കടന്നു വരികയാണ്. വിദ്യാലയ മുറ്റങ്ങളിൽ ചിരിയും കളിയും വർത്തമാനങ്ങളും നിറയുന്ന സുന്ദരമായ നിമിഷം. പുതിയൊരു ക്ലാസ്സിലേക്ക് ചുവടുവെക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ച് നടന്നെത്തുന്ന എൻ്റെ കൊച്ചുകൂട്ടുകാർക്കും, സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എൻ്റെ വ്യക്തിപരവുമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. സ്കൂൾ എന്നത് പഠിക്കാൻ മാത്രമുള്ള ഒരിടം എന്ന സങ്കല്പം മാറുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്
ചിറക് നൽകാനുള്ള ഇടമാണ്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പറന്നു ഉയരാനുള്ള ചുവടുകൾ ഇവിടെ നിന്നും നിങ്ങൾ സ്വായത്തമാക്കണം. സ്കൂളിലേക്ക് വരുന്നത് ആനന്ദിക്കാൻ കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടും. പുതിയ കാര്യങ്ങൾ പഠിക്കാം, കളിക്കാം, പാടാം. പേടിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കണം. സംശയങ്ങളും ചോദ്യങ്ങളും തുടരെ ഉണ്ടാകണം. അപ്പോഴാണ് സമർത്ഥരായ വിദ്യാർത്ഥി ഉണ്ടാവുന്നത്. അത്തരം ക്ലാസ് മുറികളിലാണ് നല്ല അധ്യാപകരും ഉണ്ടാവുന്നത്. നിങ്ങൾ ഓരോരുത്തരിലും വലിയ കഴിവുകളുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് വളർത്താനാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ശ്രമിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ നല്ല നാളേക്കായി ഹൃദ്യമായ പ്രവേശനോത്സവ ആശംസകൾ നേരുന്നു. ഹലോ അസംഷന്റെ മുത്തുമണികളെ, അസംഷന്റെ മുത്തുമണികളെ. ആണോ? എന്തോന്ന് വിളി കേൾക്കോ? അസംഷന്റെ മുത്തുമണികളെ. അതെ അതെ അതെ, എല്ലാവരും ടീച്ചറിനെ നോക്കിക്കേ. എല്ലാവരും നല്ല മിടുക്കരായിട്ടാണ് ഈ സമയം മുഴുവനും ഇരുന്നത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ആരും ആരെയും പച്ചിയില്ല, തോണ്ടിയില്ല, മാന്തിയില്ല, ചവിട്ടിയില്ല. ഇന്ന് നല്ല മക്കളായിരുന്നു. ഹായ് മക്കളെ, എല്ലാവരും രണ്ട് കാലം പൂവൊന്ന് പണി വെച്ചേ, പൂവൊന്ന് പണി വെച്ചേ. പൂവില്ലാത്ത 2, 3, 4, 5, 6 ക്ലാസ്സുകാര്, 7 ക്ലാസ്സുകാരൊക്കെ ഫ്രീ ആണ് കയ്യില്. അപ്പൊ എല്ലാരും പൂവൊന്ന് പണി വെച്ചിട്ട് കൈ 2 കൈ ഉയർത്തിയിട്ട് ഹായ് പറയണം. ഓക്കെ, ടീച്ചർ ഒന്നുകൂടെ വിളിക്കും. മുത്തുമണികളെ വിളിക്കുമ്പോ ഹായ് വന്ന് ഓരോട് പറയണം മുഴുവൻ. ഓക്കെ, അങ്ങനെ കുരുവി പിറ്റേ ദിവസം അച്ഛനും അമ്മയും ടീച്ചർ നേടിപ്പോയി. ഇനി നീ പോകരുത്, ഇനി ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് കൂട്ടിലിരുന്ന് ബോറടിച്ചിരിക്കാം. അപ്പൊ ഇത്തിരി കുരുവി പ്രാർത്ഥിച്ചു, ദൈവമേ നീ മാത്രമാണ് എനിക്ക് കൂട്ട്, എന്റെ ഈ പോയ ചിറകൊക്കെ ഒന്ന് റെഡിയാക്കി തരണേ പ്രാർത്ഥിച്ചു. അപ്പൊ പാവം ദൈവത്തിന് കരുണ തോന്നി ഈ പാവം കുഞ്ഞിനോട്. അപ്പൊ എന്ത് ചെയ്തു? ഈ ചിറകൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പൊ എങ്ങനെയാണെന്നറിയ തിരുക്കുരുവി പ്രാർത്ഥിച്ചത്? ദൈവമേ എന്റെ ചിറകൊക്കെ ഒന്ന് ശരിയാക്കണം, ഞാനിനി ഒരിക്കലും അനുസരണക്കേട് കാണിക്കൂല. സ്കൂളിൽ പായസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് ഉച്ചയായപ്പോൾ സ്കൂളിൽ നിന്ന് പോന്നു. നാളെ മുതലാണ് ശരിക്കും ക്ലാസ്സൊക്കെ തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.